ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വികാരസാന്ദ്രമായിട്ടുള്ള ദിവസം. വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ തോറും കുരിശ് നമുക്ക് നൽകുന്ന വികാരസാന്ദ്രമായിട്ടുള്ള രക്ഷാകര ചരിത്രത്തിൻ്റെ കാതൽ നഷ്ടപ്പെടുന്ന ഒരനുഭവം നേരിടുന്ന ഒരു ദിവസമാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനം ഒരുപക്ഷെ സുവിശേഷങ്ങളുടെ മുഴുവൻ സാര സംഗ്രഹമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരുപക്ഷെ താക്കോൽ വചനം അതുതന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൻ്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി ബലിയാക്കി നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു. ഈശോയുടെ മരണത്തിൽ നമ്മളൊക്കെ കാരണക്കാരാണ്. പക്ഷേ ഈശോയുടെ മരണത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയ നിയോഗം ഉണ്ടെന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഈശോയെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു എന്നുള്ള പ്രാർത്ഥന ചരിത്രത്തിലെ ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചൊരു വിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. കുരിശിനെ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു വിശുദ്ധനില്ല. ചരിത്രത്തിലെ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ കർത്താവാദ്യമായിട്ട് സമ്മാനിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എപ്പോഴും കുരിശിനെ നോക്കി പറയാറുണ്ട്, കർത്താവേ, നിൻ്റെ കുരിശ് എൻ്റെ മുൻപിലെ സ്വർഗത്തിലേക്കുള്ള വടക്ക് നോക്കിയ യന്ത്രമാണ്. നിൻ്റെ കുരിശാണ് സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്രയുടെ ദിശ നിശ്ചയിക്കുന്ന അടയാള നക്ഷത്രം. ഇന്ന് പീഡാനുഭവ വെള്ളി നമ്മൾ ആചരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ വായിച്ചു കേട്ട വേദ പുസ്തക വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. 22-ാമത്തെ അധ്യായം 1 തുടങ്ങി 19 വരെയുള്ള വചനങ്ങൾ. അവിടെ കഥാപാത്രങ്ങൾ ഒരു പിതാവും ഒരു മകനുമാണ്. അബ്രഹാം പിതാവും ഇസഹാക്ക് മകനും. അബ്രഹാമിൻ്റെ ഭാര്യ സാറായ്ക്ക് മക്കളില്ലായിരുന്നു. അവൾ വന്ധ്യയാണെന്നാണ് വിധിക്കപ്പെട്ടിരുന്നത്. നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടും മക്കളെ കിട്ടാത്ത ദുരന്തം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവസാനം സാറ തന്നെ അബ്രഹാമിനോട് പറയുന്നുണ്ട്, എന്നിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ദാസിയെ പരിഗ്രഹിച്ച് ഒരു കുഞ്ഞ് ജനിക്കട്ടെ. ഇസ്മായേലിൻ്റെ ചരിത്രം ഞാനൊന്നും പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ സമയത്തിൻ്റെ പൂർണ്ണതയിലെ ആ പ്രയോഗത്തിന് വളരെ അർത്ഥമുണ്ട് സഹോദരങ്ങളെ. ഈ ദുഃഖവെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്ന
പല നിയോഗങ്ങളും എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? എന്താണ് ദൈവം ഇതുപോലെ വെച്ച് താമസിപ്പിക്കുന്നത്? എല്ലാറ്റിനും ദൈവത്തിന് ഒരു സമയമുണ്ട്. സമയം സമാഗതമാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ ഒരു സന്ദർഭം. അബ്രഹാമിനെ ദൈവം സ്വന്തം ഭാര്യയിൽ കൊടുത്ത ഇസഹാക്ക് വളർന്ന് അവൻ തനിക്കൊപ്പമാകുമ്പോൾ തനിക്ക് പകരക്കാരനാകാൻ, തൻ്റെ വംശത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് കാരണക്കാരനാകാൻ സാധിക്കുമെന്ന് അബ്രഹാം മനസ്സിൽ കണക്ക് കൂട്ടിയപ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 1 തുടങ്ങി 19 വരെയുള്ള വചനങ്ങൾ. അബ്രഹാം, അബ്രഹാം, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കുറപ്പുണ്ട്. നീ എൻ്റേത് മാത്രമാണെന്ന് നീ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നിൽ നിന്ന് ഒന്ന് ചോദിക്കട്ടെ, നീ മോറിയ മലയിലെ ഇസഹാക്കിനെ എനിക്ക് ബലിയായി നൽകണം. ചരിത്രത്തിലെ ദൈവം നടത്തിയ വിശ്വാസ ജീവിതത്തിലെ ഒരു വലിയ വെല്ലുവിളിയുടെ മുഹൂർത്തമാണത്. വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച തൻ്റെ ഓമൽ കുഞ്ഞിനെ ദൈവം മോറിയ മലയിലെ തനിക്ക് പ്രീതിക്ക് കാരണമാകാനായിട്ട് ബലിയർപ്പിക്കാൻ കൊണ്ടുപോകണം. ഇസഹാക്കുമായിട്ട് മോറിയ മലയിലേക്ക് അബ്രഹാം യാത്ര ചെയ്യുന്ന രംഗം എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നും മർമ്മഭേദകമായിട്ടുള്ള ഒരു ചോദ്യം ആ മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്. അപ്പാ, നമ്മൾ ബലിയർപ്പിക്കാനല്ലേ പോകുന്നത്? അപ്പൻ കത്തിയെടുത്തത് ഞാൻ കണ്ടു. ബലിക്കുള്ള വിറകുകൾ അപ്പൻ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൻ മറന്നുപോയോ ബലിമൃഗത്തെ എടുക്കാൻ? അബ്രഹാം ഇസഹാക്കിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, തക്ക സമയത്ത് ദൈവം ബലിമൃഗത്തെ തരും. ഒരുപക്ഷെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞ വാക്കുകൾ പിതാവായ ദൈവം നിറവേറ്റിയതിൻ്റെ ഓർമ്മയുടെ ആഘോഷമാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മകൾ നമ്മൾ ഇന്ന് തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. അബ്രഹാം പറഞ്ഞ വാക്കുകളിൽ ഒരു ദുഃഖവെള്ളിയുണ്ട്, വലിയൊരു ദുഃഖവെള്ളിയുണ്ട്. ആ ദുഃഖവെള്ളി ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രവചനമായിരുന്നു. ആ പ്രവചനത്തിൻ്റെ ദുഃഖവെള്ളി പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നിറവേറ്റിയതിൻ്റെ ഓർമ്മയാണ് ഇന്ന് ഞാനും നിങ്ങളും കൊണ്ടാടുന്ന ഈ ദുഃഖവെള്ളിയാഴ്ച. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിച്ചപ്പോൾ അബ്രഹാം അതിന് കാണിച്ച വലിയ ചങ്കൂറ്റം, ആ ചങ്കൂറ്റം ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ ചങ്കൂറ്റമാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസം എന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നത് തേനും പാലും ഒഴുകുന്ന കാനാൻ പ്രദേശമാണ്. ദൈവം വാക്ക് തന്ന കാനാൻ പ്രദേശത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ  തീർത്ഥാടനം. പക്ഷെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച
പിതാവായ ദൈവം തൻ്റെ പുത്രനെ ബലി നൽകിക്കൊണ്ട് അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കാണിച്ച ചങ്കൂറ്റത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, ക്രൈസ്തവ ജീവിതം വലിയൊരു വെല്ലുവിളിയാണ്. എനിക്ക് ആഗ്രഹിച്ചതും എനിക്ക് കിട്ടണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് സ്വപ്നം കണ്ടതും എല്ലാം എനിക്ക് കിട്ടുന്ന നിമിഷമല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ട് എനിക്ക് സംഭവിക്കുമ്പോൾ ആ സംഭവങ്ങളുടെ പിറകിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് അതാണ് വിശ്വാസത്തിൻ്റെ തിരിച്ചറിവ്. ആ വിശ്വാസത്തിൻ്റെ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതങ്ങളുടെ സംഘർഷങ്ങളുടെ നടുവിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞ പ്രവചനം ദൈവം പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കലിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ കണ്ടത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 53-ാമത്തെ അധ്യായം 1 തുടങ്ങി 12 വരെയുള്ള വചനങ്ങൾ വരാനിരിക്കുന്ന രക്ഷകൻ്റെ അടയാളങ്ങൾ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിപ്രകാരമായിട്ട് നിങ്ങൾ വായിച്ചു കേട്ടു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, സർവരാലും ഉപേക്ഷിക്കപ്പെട്ടു. അവൻ എല്ലാവരുടെയും ദുഃഖങ്ങൾ ചുമന്നു. അവൻ ചുമന്നത് അവൻ്റെ കുറ്റങ്ങളല്ല, മറ്റുള്ളവരുടെ വീഴ്ചകളും അപരാധങ്ങളുമാണ്. നമ്മുടെ അതിക്രമങ്ങൾക്കാണ് അവൻ കുരിശു ചുമന്നത്. അവൻ്റെ ചുമലിൽ വെച്ചത് നമ്മുടെ അനീതികളാണ്. നമ്മുടെ തിന്മകൾ അവൻ കാൽവരിയിലേക്ക് വഹിച്ചു, മലയിലേക്ക് വഹിച്ചു. അവൻ നമുക്ക് പരിഹാരത്തിൻ്റെ ബലിയാണ്. യെശയ്യായുടെ മനോഹരമായിട്ടുള്ള ഈ പ്രവചന വാക്കുകൾ ദുഃഖവെള്ളിയാഴ്ച 2026 വർഷങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കപ്പെട്ടു. ആ പൂർത്തിയാക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളാണ് നമ്മൾ ഇന്ന് ഈ അൾത്താരയ്ക്ക് ചുറ്റും അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും. ഇത് വെറും ഒരു ഓർമ്മ മാത്രമല്ല, ഇത് വെറും ഒരു അനുസ്മരണം മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളിലെ ഉള്ളിലേക്ക് കടക്കേണ്ട ബലിയർപ്പണത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, എല്ലാം പൂർത്തിയായി. നമ്മൾ പരീക്ഷാ ഹാളിലെ എല്ലാ ഉത്തരങ്ങളും എഴുതി കഴിഞ്ഞിട്ട് പിന്നെയും 10-15 മിനിറ്റ് ബാക്കി ഉണ്ടാകുമ്പോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കില്ലേ? കർത്താവ് പറയുകയാണ്, പിതാവേ, എല്ലാം പൂർത്തിയാക്കി. നീ എന്നെ ഏൽപ്പിച്ചതെല്ലാം, ഭാര്യയും ഭർത്താവും കുടുംബവും വൈദികരും സന്യസ്തരും, നമ്മുടെ ജീവിതത്തിൻ്റെ ഹോംവർക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയട്ടെ. പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നമ്മളതുകൊണ്ടല്ലേ, ഞാൻ ചിലപ്പോൾ വിചാരിക്കാം നമ്മുടെ കാരണന്മാരൊന്നും ദൈവശാസ്ത്രമൊന്നും ഡോക്ടറേറ്റ് ചെയ്യാത്തവരാണ്. പക്ഷെ നമ്മുടെ കാരണന്മാരെത്ര ബുദ്ധിയായിട്ടാണ് മരിച്ചെറി പഠിക്കുന്നത്. അപ്പൻ കർത്താവിൽ ഭാഗ്യമരണം പ്രാപിച്ചു. അപ്പൻ കർത്താവിൽ ഭാഗ്യമരണം പ്രാപിച്ചു. അത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത്. പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കുരിശ് ചുംബിക്കാനായിട്ട് വരികയാണ്. ഈ തിരുക്കർമ്മങ്ങളുടെ ഒടുവിൽ, ഇതിൻ്റെ മൂർധന്യത്തിൽ നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ കുരിശ് ചുംബിക്കാൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന് 3 പേര് ചുംബിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്.
കർത്താവിൻ്റെ പൊന്നമ്മ കർത്താവിനെ മാറോട് ചേർത്ത് പിടിച്ച് ചക്കര മുത്തം കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ. നമുക്കറിയാം കർത്താവിനെ മുത്തം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാസ്. രണ്ടാമത്തെ മുത്തം അതാണ്. പക്ഷേ ബൈബിളിൽ ഒരിക്കലും ആരും മറക്കാത്തൊരു മുത്തമുണ്ട്. അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിനിയായ സ്ത്രീ മഗ്ദലന മറിയം കർത്താവിൻ്റെ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് കൊടുത്ത മുത്തമാണ്. ഈ 3 മുത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകട്ടെ. യൂദാസ് നൽകിയ മുത്തം, മഗ്ദലന മറിയം കൊടുത്ത മുത്തം. ഈ കുരിശ് ചുംബിക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് പറയാൻ കഴിയട്ടെ, കർത്താവേ, ആഗ്രഹിച്ചതൊന്നും തരാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇത് യൂദാസിൻ്റെ മുത്തമല്ല, നിൻ്റെ അമ്മയുടെ മുത്തം പോലെ യോഗ്യതയുള്ള മുത്തമല്ല, ഇത് മഗ്ദലന മറിയത്തിൻ്റെ മുത്തം പോലെ നീ കൈക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ നിന്ന് ഉയർപ്പിലേക്ക് വഴി നടത്താൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം നന്മകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.